ചാലിയാർ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്ക് വാങ്ങിയ സ്ഥലം ജില്ലാ അധികൃതർ സന്ദർശിച്ചു. ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ ബുദ്ധിപരമായ വൈകല്യമുള്ള ഭിന്നശേഷിക്കാരുടെ സംരക്ഷണവും പുനരധിവാസവും ലക്ഷ്യം വെച്ചുകൊണ്ട് ചാലിയാറിലെ ജനങ്ങൾ സ്വരൂപിച്ച ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു കൊടുത്ത 75 സ്ഥലമാണ് മലപ്പുറം ജില്ലാ കുടുംബശ്രീ ഓഫീസറും ജില്ലാ പ്രൊജക്ട് മാനേജറും സന്ദർശിച്ചത്. പഞ്ചായത്തിന് രജിസ്റ്റർ ചെയ്തു കൊടുത്ത സ്ഥലത്തെ പറ്റിയുള്ള വിവരം പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പ്രാഥമികമായി സ്ഥലത്തിന്റെ അനുയോജ്യത പരിശോധിക്കുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു ഉദ്യോഗസ്ഥർ. ജില്ലയിലെ ഒരു മാതൃകാ പ്രൊജക്ടായി തന്നെ ഇതിനെ മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓഫീസർമാർ. ചുരുങ്ങിയത് 25 വർഷത്തേക്ക് അപ്പുറത്തേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വിപുലമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുവാനും വ്യക്തമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുമുള്ള പദ്ധതികൾ ചർച്ച ചെയ്തു. AI സാധ്യതകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദ രൂപത്തിലായിരിക്കണം പ്രൊജക്ടുകൾ തയ്യാറാക്കേണ്ടത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതിനാൽ ഒരുപാട് സാധ്യതകൾ ഇതിനുണ്ട്. ത്രിതല പഞ്ചായത്തുകൾ, സാമൂഹ്യനീതി വകുപ്പ്, കുടുംബശ്രീ, MLA, MP, CSR തുടങ്ങിയവരുടെ ഫണ്ടുകൾ വിനിയോഗിക്കുവാൻ ഇതുമൂലം അവസരം ലഭിക്കും. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഉപകരണങ്ങൾ വാങ്ങുവാൻ 25 ലക്ഷം രൂപ വരെയും ബഡ്സ് സ്കൂൾ വാഹനത്തിന് 15 ലക്ഷം രൂപ വരെയും ചിലവഴിക്കുവാൻ കുടുംബശ്രീക്ക് അനുവാദമുണ്ട്. ബഡ്സ് സ്കൂളുകൾക്ക് 7 ലക്ഷം രൂപയുടെ ഗ്രാന്റ് സർക്കാരിൽ നിന്നും ലഭ്യമാണ്. എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 50ാം വാർഷികത്തിന്റെ സ്മാരകമായി ജനോപകാരപ്രദമായ ഒരു പദ്ധതി നടപ്പിലാക്കണം എന്ന പൊതുജന വികാരം കണക്കിലെടുത്ത് രൂപീകരിച്ച ജനകീയ സമിതിയുടെ ശ്രമകരമായാണ് സ്ഥലം വാങ്ങുവാൻ സാധിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നടത്തിയ ബിരിയാണി ചലഞ്ചും തുടർന്നുള്ള ഫണ്ട് സമാഹരണവുമാണ് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും 50 ലക്ഷത്തിലധികം ഫണ്ട് സമാഹരിക്കുവാൻ സാധിച്ചത്. ഉദ്യോഗസ്ഥന്മാരുടെ സന്ദർശനം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് പഞ്ചായത്ത് അധികൃതർ അഭിപ്രായപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഒറ്റത്താണി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ മെമ്പറുമായ PT ഉസ്മാൻ, മുൻ പഞ്ചായത്ത് മെമ്പർ തോണിക്കടവ് ഷൌക്കത്ത്, പദ്ധതിയുടെ ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങളായ VC മാത്യു, ഖാലിദ് പാറേങ്ങൽ, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് CDS പ്രസിഡന്റ് ബീന എന്നിവർ സംബന്ധിച്ചു. SS Gold, Pure Gold. SS Group, Nilambur.